വെറ്റിലപ്പാറ വൈശ്ശേരിയിലാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് മോഹനൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ന് പുലർച്ചെയാണ് ഏകദേശം 2:45-നും 3 മണിക്കും ഇടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. കാട്ടാനയെ ഓടിപ്പിക്കാൻ ഇദ്ദേഹം പന്തവുമായി എത്തിയതായിരുന്നു. പക്ഷേ കാട്ടാനകൾ നിന്നിരുന്ന സ്ഥലം പെട്ടെന്ന് മനസ്സിലായില്ല. ഈ മേഖലയിൽ നിന്ന് ആന പെട്ടെന്ന് ഈ വ്യക്തിയുടെ ദേഹത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. ഇവിടെയിട്ട് ചവിട്ടിക്കൂട്ടുകയും ചെയ്തു. അങ്ങനെ വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയാണ് ചെയ്തത്. ഓടി രക്ഷപ്പെട്ട നിലയ്ക്കാണ് തുമ്പിക്കൈക്ക് അടിച്ച് വീഴ്ത്തിയിട്ട് ചവിട്ടിക്കൂട്ടിയത്. ഫോറസ്റ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടതായ സാങ്കേതികത ഇതൊക്കെ കൊടുക്കണം. ഓലപ്പടക്കം കൊടുത്തിട്ട് അവർ എന്ത് ചെയ്യും? 2 സൈഡ് കട്ടിങ് ആയിരുന്നു. ആ കട്ടിങ്ങിലാണ് നേർക്ക് നേരെ വരായിരുന്നു. ചിന്നെ വിളിച്ചപ്പോൾ എൻ്റെ ചെവി ഒരു കൊട്ടടച്ച് പോയി. 5 മിനിറ്റുള്ള ഫോറസ്റ്റ് വണ്ടി വരികയും ചെയ്തു. അവർ വന്ന് കണ്ട് നിർത്തി. അവരങ്ങോട്ട് പോവുകയും ചെയ്തു. ഒരു ആക്ഷൻ ഒന്നും ഉണ്ടായില്ല. സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. ഇവിടെ അപകടകാരിയായിട്ടുള്ള ആനയെ അടിയന്തരമായി ഇവിടെ നിന്ന് പിടിച്ചു പോകണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി വന്യമൃഗങ്ങളുടെ അറ്റാക്ക് വരുമ്പോൾ പ്രഥമ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. രാത്രി 1:30 മണിക്ക് തന്നെ അലേർട്ടും കൊടുത്തായിരുന്നു. ആനയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി അലേർട്ട് കൊടുത്തു. തിങ്കളാഴ്ച രാവിലെ ചാലക്കുടി പ്രദേശത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ യോഗം നടക്കുന്നുണ്ട്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.